ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് സിനിമ അപ്ഡേറ്റ്സുകളാണ്. അതിലാദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ്. ഈ പേര് നമ്മൾ മറക്കാൻ സാധ്യതയില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വയലൻസ് മൂവി ആയിട്ടുള്ള മാർക്കോ പ്രദർശനത്തിനെത്തിച്ച ബാനറിന്റെ പേരാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്. ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഷെരീഫ് മുഹമ്മദ് ആണ്. അപ്പോ ഷെരീഫ് മുഹമ്മദ് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ട് രണ്ടാമതായി എത്തുന്ന ചിത്രത്തിന്റെ പേരാണ് കാട്ടാളൻ. കാട്ടാളന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പോസ്റ്ററാണ് ഈ കാണുന്നത്. ഒരു കൊമ്പില്ലാത്ത ആനയുടെ തുമ്പിക്കൈയിൽ ചുറ്റി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. അത് വെറുതെ ആന ചുറ്റി നിർത്തിയിരിക്കുന്നതല്ല, ആനയെ പിടിച്ചു നിർത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചിത്രം കാണുമ്പോൾ തന്നെ കാട്ടാളൻ എന്ന സിനിമ എങ്ങനെയുള്ള ഒരു സിനിമയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. മാർക്കോയ്ക്ക് ശേഷം മാർക്കോ പോലെ ഉള്ള ഒരു വയലൻസ് ചിത്രം ചെയ്യത്തില്ല എന്ന് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളതാണ്. കാട്ടാളൻ എന്ന ഈ ചിത്രത്തിൽ നായകനായിട്ട് എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി വർഗീസ് പെപ്പയാണ്. കൊടൂര വയലൻസുകൾ ഇനി ചെയ്യില്ല എന്ന് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായിടത്തോളം ഒരു വ്യത്യസ്തമായിട്ടുള്ള ദൃശ്യ വിരുന്നായിരിക്കും ഈ ചിത്രത്തിൽ ഷെരീഫ് മുഹമ്മദ് പ്രേക്ഷകർക്കായി സമ്മാനിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം വനവും ആനക്കൊമ്പും അതുപോലെ തന്നെ ആനയുമായി ബന്ധപ്പെട്ടത് അങ്ങനെയുള്ള ഒരു സ്റ്റോറി ആയിരിക്കും സിനിമയായി മാറുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കോ പോലൊരു സിനിമ അല്ലെങ്കിലും വയലൻസിന് പ്രാധാന്യം ഉള്ള ഒരു ചിത്രം തന്നെയായിരിക്കും കാട്ടാളൻ എന്ന് നമുക്ക് ഈ പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് പോൾ ജോർജ് ആണ്. അതുപോലെ തന്നെ ചിത്രം 5 ഭാഷകളിലാണ് എത്തുന്നത്. അപ്പോ ഒരു പാൻ ഇന്ത്യൻ സ്റ്റൈലിലായിരിക്കും ഈ ചിത്രം റിലീസിന് ഒരുങ്ങുന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ 5 ഭാഷകളിലാണ് ഈ ചിത്രം റിലീസിനായിട്ട് എത്തുന്നത്. ഈ ചിത്രത്തെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അടുത്ത് നമ്മൾ നോക്കുന്നത് വിജയ വഴികൾ താണ്ടി ഖുറേഷിയും അതുപോലെ തന്നെ ഷൺമുഖനും തിയേറ്ററുകളിൽ നിന്ന് മടങ്ങുമ്പോൾ ലാലേട്ടന്റെ അടുത്ത വരാനിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് കണ്ണപ്പയാണ്. കണ്ണപ്പ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ ലാലേട്ടൻ ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമായി എത്തുന്നുണ്ട്. കിരാത എന്നാണ് ആ കഥാപാത്രം. ഇതാണ് ലാലേട്ടന്റെ ആ പോസ്റ്റർ. ഈ ചിത്രത്തിൽ സൂപ്പർ സ്റ്റാറുകളാണ് അണിനിരക്കുന്നത്. അക്ഷയ് കുമാർ അതുപോലെ തന്നെ പ്രഭാസ് ഇവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി തന്നെ എത്തുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ നായകനായിട്ട് എത്തുന്നത് വിഷ്ണു മഞ്ജു ആണ്. ഹോളിവുഡ് ഛായാഗ്രാഹകനായിട്ടുള്ള ഷെൽഡൻ ചാവു ആണ് ഈ ചിത്രത്തിന് ഛായാഗ്രഹണം നടത്തുന്നത്. ഇന്ത്യൻ പുരാണങ്ങളുടെയും ഭക്തിയുടെയും പശ്ചാത്തലത്തിൽ ശിവനോടുള്ള അചഞ്ചലമായ സ്നേഹവും അദ്ദേഹത്തിന്റെ ഭക്തിയെ അനശ്വര പ്രതീകവുമായി മാറ്റിയ ഇതിഹാസ ഭക്തന്റെ കഥയുമാണ് കണ്ണപ്പ എന്ന ഈ ചിത്രത്തിൽ പ്രമേയമാകുന്നത്. വിഷ്ണു മഞ്ജു തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം ജൂൺ 27-ന് തിയേറ്ററുകളിൽ എത്തും എന്നാണ് അപ്ഡേറ്റ്സുകൾ വരുന്നത്. അപ്പോ സൂപ്പർ സ്റ്റാറുകൾ അണിനിരക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രത്തിലെ ലാലേട്ടന്റെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം കാണാനായിട്ട് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.